എസ് സജീവ് കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ ദമനം. തന്റെ മനസ്സിൽ നിന്ന് ഊർന്നുപോയ ഓർമ്മയെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് വർഷ ഹിപ്നോതെറാപ്പിസ്റ്റായ ഡോക്ടർ ജോയെ കണ്ടത്. ഒരു ട്രോമയിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ട ഒരാളാണ് വർഷയെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് ഡോക്ടർ ജോ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അത്തരമൊരു ഓർമ്മയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർ ജോ വിശദീകരിച്ചു. വർഷയുടെ ഈ മറവിയുടെ കാരണം ബയോളജിക്കലല്ല. മനസ്സിന്റെ സ്വാസ്ഥ്യം കടത്തുന്ന ചില കാര്യങ്ങൾ മനസ്സ് ബോധത്തിൽ നിന്ന് മറച്ചു പിടിക്കും. ഹിപ്നോസിസിലൂടെ അത് ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അത് അതേപടി ബോധത്തിൽ കൊണ്ടു നടക്കുന്നത് നല്ലതല്ല, പ്രത്യേകിച്ച് വർഷയെപ്പോലെ പ്രായം കുറഞ്ഞ ഒരാളുടെ കാര്യത്തിൽ. അതുകൊണ്ട് വർഷ ഒന്നുകൂടി ആലോചിക്കുക. അങ്ങനെ പറഞ്ഞ ശേഷം ഡോക്ടർ ജോ തൻ്റെ ലാപ്ടോപ്പിൽ എന്തോ തിരഞ്ഞു. സോറി ഡോക്ടർ, ആ മറവി അതിൻ്റെ വഴിക്ക് വിടാൻ ഞാൻ ഒത്തിരി നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. ആ ദിവസം എനിക്ക് എന്താണ് സംഭവിച്ചെന്നറിയാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. അതെൻ്റെ ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, എൻ്റെ അടുത്ത കൂട്ടുകാർ പോലും ഇതിൽ ദുരൂഹത കാണുന്നു, വർഷ പറഞ്ഞു. പക്ഷേ ഇത് വർഷ വിചാരിക്കും പോലെ എളുപ്പമല്ല, ഡോക്ടർ ജോ ഓർമ്മപ്പെടുത്തി. പ്ലീസ് ഡോക്ടർ, നോ പറയരുത്, വർഷ പറഞ്ഞു. ഓക്കെ, നമുക്ക് ശ്രമിച്ചു നോക്കാം, ഡോക്ടർ ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വർഷ ഏറെ ആഗ്രഹിച്ചതുകൊണ്ടാവാം വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് പ്രവേശിക്കാനായി. തുടർന്നുള്ള സജഷനുകളോടും അവൾ നന്നായി പ്രതികരിച്ചു. പക്ഷേ ആ ഓർമ്മ വർഷയുടെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ 4-5 ശ്രമങ്ങൾ വേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയ ആ സംഭവം നടന്നപ്പോഴുണ്ടായ അതേ വൈകാരിക സംഘർഷങ്ങൾ ഹിപ്നോട്ടിക് നിദ്രയിലും കടന്നുവന്ന് തടസ്സം സൃഷ്ടിച്ചു. എങ്കിലും ഒടുവിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നതിൽ ഡോക്ടർ ജോ വിജയിച്ചു. അപ്പോൾ ഫോട്ടോഗ്രാഫിക് വിശദാംശങ്ങളോടെ എല്ലാം വിവരിക്കാൻ വർഷയ്ക്ക് കഴിഞ്ഞു. കുറേ മിനിറ്റുകൾക്ക് ശേഷം ഒരു സാധാരണ നിദ്രയിൽ നിന്ന് പുറത്തു കടക്കുന്നത് പോലെ വർഷ ഉണരുകയും ചെയ്തു. എ റെയർ കേസ് ഓഫ് റിപ്രഷൻ എന്ന് ഡോക്ടർ ജോ വിശേഷിപ്പിച്ച കേസിന്റെ പശ്ചാത്തലം ഇതായിരുന്നു. ഒരു പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ റിസോർട്ടിന്റെ 2 നില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് വർഷ താഴേക്ക് വീണത്. പരിക്കേറ്റ നിലയിൽ വർഷയെ അടുത്തുള്ള ആശുപത്രിയെ പ്രവേശിപ്പിച്ച സമയം വെച്ച് നോക്കുമ്പോൾ രാത്രി 2 മണിയോടെ ആവണം വീഴ്ച. അപ്പോൾ അബോധാവസ്ഥയിലായിരുന്ന വർഷയുടെ വലത് കാലിൽ കാര്യമായ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. 6 മണിക്കൂറിന് ശേഷം ബോധം വീണ്ടെടുക്കുമ്പോൾ തന്റെ വീഴ്ച എങ്ങനെയാണ് ഉണ്ടായതെന്ന കാര്യം ഓർത്തെടുക്കാൻ വർഷയ്ക്ക് കഴിഞ്ഞില്ല. ആ വീഴ്ച ഒരു സാധാരണ അപകടമല്ലെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി. പക്ഷേ അക്കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വർഷയുടെ ബന്ധുക്കൾ അവരെ അനുവദിച്ചില്ല. ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷം തന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തിരിച്ചുപിടിക്കാൻ വർഷ പല വഴികളും നോക്കി. ഒന്നും വിജയം കണ്ടില്ല. പരാജയപ്പെടുന്തോറും തനിക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ആഗ്രഹം അവളിൽ കൂടുതൽ ശക്തിപ്പെട്ടു. അത് അസഹ്യമായപ്പോഴാണ് ഹിപ്നോതെറാപ്പിസ്റ്റായ ഡോക്ടർ ജോയെക്കുറിച്ച് കേട്ടത്. 2. ഹിപ്നോസിസിലൂടെ വർഷയുടെ ബോധത്തിലേക്ക് തിരിച്ചുവന്ന ആ ഓർമ്മയെക്കുറിച്ച് വർഷ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. വർഷയുടെ ആദ്യ പ്രണയമായിരുന്നു അത്. തൻ്റെ കാമുകനായ അനിക്കിൻ്റെ പ്രണയം തനിക്ക് അവനോടുള്ളതിനേക്കാൾ ശക്തവും നിഷ്കളങ്കവുമാണെന്ന് പോലും വർഷയ്ക്ക് തോന്നിയിരുന്നു. അത്രയേറെ ഫ്രണ്ട്ലി ആയിട്ടാണ് അനിക് പെരുമാറിയിരുന്നത്. അനിക്കിനൊപ്പം ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് പോകാനും അവൾ ഒരുക്കമായിരുന്നു. അതൊക്കെ കൊണ്ടാവണം അവരുടെ കൂട്ടുകാർ അവരെ ട്വിൻ ഫ്ലെയിം ലവേഴ്സ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അവർ ഒരുമിച്ച് യാത്ര പ്ലാൻ ചെയ്തപ്പോൾ യാത്ര എങ്ങോട്ട് വേണമെന്ന തീരുമാനം പോലും അനിക് അവൾക്ക് വിട്ടുകൊടുത്തു. മാത്രമല്ല ട്രെയിൻ ടിക്കറ്റ്, റൂം എന്നിവ ബുക്ക് ചെയ്യുന്ന കാര്യം വരെ അവൻ എന്തുകൊണ്ടോ വർഷയെ തന്നെ ഏൽപ്പിച്ചു. ആ യാത്രയ്ക്ക് അവളുടെ അച്ഛനമ്മമാരുടെ അനുമതി വൈകിയപ്പോൾ അനിക് വർഷയ്ക്കൊപ്പം അവളുടെ വീട്ടിലേക്ക് ചെന്നു. അനിക്കിന്റെ ഫ്രണ്ട്ലിയായ പെരുമാറ്റം കണ്ടിട്ടാവാം രണ്ടാമതൊന്നും ചിന്തിക്കാതെ തന്നെ അവളുടെ അച്ഛനമ്മമാർ അനുമതി കൊടുത്തു. അവൻ ഒരുമിച്ചുള്ള ട്രെയിൻ യാത്രയിലുടനീളം താൻ ലോകത്തിന്റെ നെറുകയിലാണെന്ന ഭാവമായിരുന്നു വർഷയ്ക്ക്. അവൾ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അനിക് അവൾ പറയുന്നതൊക്കെ ആസ്വദിച്ചു കേട്ടു. കൃത്യമായി പ്രതികരിച്ചു. ഓവർ കോൺഷ്യസ് ആയ എല്ലാ പെൺകുട്ടികളെ പോലെ വളരെ കരുതലോടെയാണ് അവൾ ആൺകുട്ടികളോട് ഇടപെട്ടിരുന്നത്. ഡേറ്റിങ്ങിനിടെ ഉണ്ടാകാവുന്ന റേപ്പിനെ കുറിച്ച് പോലും നല്ല ആശങ്കയുള്ള കൂട്ടത്തിലായിരുന്നു അവൾ. മാത്രമല്ല അത്തരം ഘട്ടങ്ങളിൽ ശാരീരികമായി ചെറുത്തു നിൽക്കാനുള്ള ട്രെയിനിങ്ങും അവൾ നേടിയിരുന്നു. പക്ഷേ അനികിനെ പരിചയപ്പെട്ട ശേഷം അത്തരം ആശങ്കകൾ അവളെ വിട്ടുപോയി. എന്തുകൊണ്ടെന്നാൽ പരിധികൾ ക്രോസ് ചെയ്യാതിരിക്കാൻ അനിക് എപ്പോഴും ശ്രദ്ധിച്ചു. ഉദാഹരണത്തിന് അവർക്ക് 2 കൂടി റിസോർട്ടിൽ ഒരു റൂം മതിയെന്ന് അവൾ പറഞ്ഞപ്പോൾ 2 മുറി തന്നെ വേണമെന്ന് അനിക് നിലപാടെടുത്തു. ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അനിക്കിനൊപ്പം 3 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ തന്റെ ഏറ്റവും നല്ല ഓർമ്മകളിലേക്ക് ആ ദിവസം എടുത്തു വയ്ക്കണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ 4-ാം ദിവസം അനിക്കുമായി ബന്ധമുള്ള കുറേ ഓർമ്മകൾ അവളുടെ ബോധത്തിൽ നിന്ന് അപ്രതീക്ഷമായി. ഒടുവിൽ മാഞ്ഞുപോയ ആ ഓർമ്മകൾ ഹിപ്നോട്ടിക് ട്രാൻസിലൂടെ മടങ്ങിയെത്തിയിരിക്കുന്നു. അന്ന് വർഷയും അനിക്കും കുറേയേറെ പുതിയ സ്ഥലങ്ങൾ കണ്ടു. വൈകുന്നേരത്തോടെ അവർ ബീച്ചിലെത്തി. അവിടെ കുറേ സമയം ചെലവിട്ട ശേഷം റിസോർട്ടിൽ തിരിച്ചെത്തി. ഫ്രഷായ ശേഷം അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ അവരവരുടെ റൂമുകളിലേക്ക് പോയി. രാത്രി ഏറെ വൈകി വർഷയുടെ റൂമിന്റെ ഡോറിൽ ആരോ ശക്തമായി മുട്ടി. അത് കേട്ട് ഞെട്ടി ഉണർന്ന വർഷയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. ആരാകും ഈ സമയത്ത്? അനിക്കാണെങ്കിൽ ഫോണിലേക്ക് വിളിച്ചിട്ടാണ് വരിക. പിന്നെ ആരാണ്?
ശ്വാസമടക്കി പിടിച്ച് അവൾ പീപ്പ് ഹാളിലൂടെ നോക്കി. പുറത്തുള്ളത് അനിക് തന്നെയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. ഉലഞ്ഞ വസ്ത്രങ്ങളും മുടിയും നേരെയാക്കി വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദുസ്സൂചന പോലെ അനിക് വീണ്ടും വാതിലിൽ മുട്ടി. എന്തുകൊണ്ടോ അത് കേട്ട് വർഷയ്ക്ക് വീണ്ടും ഭയം തോന്നി. അസാധാരണമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന ചിന്ത അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. വാതിൽ തുറന്നപ്പോൾ അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു മുഖഭാവവുമായി അനിക് അകത്തേക്ക് കടന്നു. എന്താ, എന്തുപറ്റി? വർഷ ചോദിച്ചു. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ കണ്ണുകൾ എന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? വർഷങ്ങളുടെ ഒരു ചോദ്യത്തിനും അനിക് മറുപടി പറഞ്ഞില്ല. ഉന്മാദം ബാധിച്ച പോലെ അവൻ പെട്ടെന്ന് വാതിലടച്ചു. പിന്നെ മയക്കുമരുന്ന് നിറച്ച സിറിഞ്ച് അവൾക്ക് നേരെ നീട്ടി. അത് ഉപയോഗിക്കാൻ അവളെ നിർബന്ധിച്ചു. അവനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ പെരുമാറ്റം വർഷയെ അങ്ങേയറ്റം ഭയപ്പെടുത്തി. അവനെ എതിർത്താൽ ഉണ്ടാകാനിടയുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. തീരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ആ സന്ദർഭം സൃഷ്ടിച്ച ആശങ്കയെ അതിജീവിച്ച നിമിഷം തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച ആ സിറിഞ്ച് വർഷ തട്ടി താഴെയിട്ടു. ഒരു മാനിയാക്കിന്റെ ചിരിയോടെ അവൻ സിറിഞ്ച് എടുക്കാൻ തുടങ്ങുമ്പോൾ അവൾ അതിവേഗ റൂം സർവീസ് ബെല്ലിന്റെ സ്വിച്ച് 2-3 തവണ അമർത്തിയ ശേഷം മുന്നോട്ട് കുതിച്ച് വാതിൽ തുറന്ന് പുറത്തേക്കോടി. അപ്പോൾ അനിക് തനിക്ക് പിന്നാലെ പാഞ്ഞു വരുന്നതും തന്റെ കയ്യിൽ സൂചി തറയ്ക്കുന്നതും അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അവൾ മുന്നോട്ട് കുതിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ബോധം വരുമ്പോൾ അവൾ ഏതോ ആശുപത്രി കിടക്കയിലായിരുന്നു. ഹിപ്നോസിസിലൂടെ ആ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം വിജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ജോ ഒരിക്കൽ കൂടി തന്റെ ഉത്തരവാദിത്വം ഓർത്തു. ശക്തമായ ഇമോഷണൽ ബ്ലോക്ക് മറികടന്ന് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ വർഷ പറഞ്ഞു കഴിഞ്ഞെന്ന് ഉറപ്പായപ്പോൾ ഡോക്ടർ ജോ ഒന്നുകൂടി അവളെ ഓർമ്മപ്പെടുത്തി. നോക്കൂ, ഈ ട്രാൻസിൽ നിന്ന് ഉണരാതെ തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബോധത്തിൽ നിലനിർത്താനോ ഒഴിവാക്കാനോ വർഷ തീരുമാനിക്കേണ്ടതുണ്ട്. അതൊക്കെ വീണ്ടും മറവിയിലേക്ക് വിട്ടുകളയുന്നതാണ് സേഫ്. വർഷ നന്നായി ആലോചിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് പറയൂ. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം ഡോക്ടർ ജോ പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് വർഷ പറഞ്ഞത്. സോറി, എനിക്കതൊക്കെ ഓർമ്മയിൽ ഉണ്ടാകുന്നത് തന്നെയാണ് ഇഷ്ടം. ദാറ്റ് ഈസ് ഗുഡ്, നോ പ്രോബ്ലം. ഐ അപ്രീഷിയേറ്റ് യുവർ കോൺഫിഡൻസ്, ഡോക്ടർ ജോ പറഞ്ഞു. പിന്നെ ഡോക്ടർ ജോ അതിനാവശ്യമായ സജഷനുകളിലേക്ക് കടന്നു. 3. ചില ആഴ്ചകൾക്കു ശേഷം വർഷ വീണ്ടും ഡോക്ടർ ജോയെ കാണാനെത്തി. അപ്പോൾ അവളുടെ ചിരി മാഞ്ഞു പോയിരുന്നു. കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു. മുഖവുര ഒഴിവാക്കി അവൾ കാര്യത്തിലേക്ക് കടന്നു. ബോധത്തിലേക്ക് വീണ്ടെടുത്ത ആ ഓർമ്മയെ വീണ്ടും മറവിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നായിരുന്നു അവളുടെ സംശയം. തീർച്ചയായും അതിന് കഴിയും. ഒരുപക്ഷെ ഓർമ്മ മടക്കി കൊണ്ടുവന്നതിനേക്കാൾ വേഗം, ഡോക്ടർ ജോ പറഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പ് മടക്കി കൊണ്ടുവന്ന ആ ഓർമ്മ എത്ര സങ്കീർണമായാണ് അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൾ പറഞ്ഞില്ല. പക്ഷേ അവളെ വേട്ടയാടുന്ന ആശയക്കുഴപ്പത്തിന്റെ ആഴം അവളുടെ ഭാവചലനങ്ങളിൽ ദൃശ്യമായിരുന്നു. ഉറക്കച്ചടവോടെ കാണപ്പെട്ട വർഷയുടെ മുഖം സംസാരത്തിനിടെ അവൾ തന്റെ കൈകൾ കൊണ്ട് കൂടെ കൂടെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. അവളുടെ ശ്രദ്ധയും ആത്മവിശ്വാസവും ചിതറിപ്പോയിരുന്നു. കൂടാതെ മറവിയിലേക്ക് മടങ്ങാനുള്ള അവളുടെ തിടുക്കം അവളുടെ ചലനങ്ങൾ അസാധാരണമാക്കി. ആ തിടുക്കം കൊണ്ടാവാം 2-3 ശ്രമങ്ങൾക്ക് ശേഷം മാത്രമേ അവൾക്ക് ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇപ്രാവശ്യം 2 കാര്യങ്ങളാണ് ഡോക്ടർ ജോ ചെയ്തത്. 1. ആ ഓർമ്മയെ പൂർണ്ണമായും ന്യൂട്രലാക്കുക, അഥവാ ഡീസെൻസിറ്റൈസ് ചെയ്യുക. 2. ആ ഓർമ്മയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ശ്രദ്ധ മാറ്റുക, അഥവാ റീചാനലൈസ് ചെയ്യുക. അവൾ ഡീപ്പ് ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് പ്രവേശിച്ച ഘട്ടത്തിൽ ഡോക്ടർ ജോ ആ 2 കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. 2ാമത്തെ സെഷനിൽ അത് വിജയം കണ്ടു. തുടർന്നുള്ള 4-5 സെഷനുകളിലൂടെ അത് ജീവിതത്തിലും തുടരാനാവും വിധം ശക്തമാക്കി. ആ ഓർമ്മയെ പൂർണ്ണമായി ന്യൂട്രലാക്കി തിരിച്ചുവിട്ടത് അവളുടെ ഹോബിയായ ഗാർഡനിലേക്കാണ്. അതായത് ഒരു മങ്ങിയ ഓർമ്മയായി ആ സംഭവം മനസ്സിലേക്ക് കടക്കുമ്പോൾ വർഷയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാമന്തി പൂക്കൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. പിന്നെ അത് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് നീങ്ങും. ആ കേസിനെ കുറിച്ച് തന്റെ കേസ് ഡയറിയിൽ ഡോക്ടർ ജോ വിശദമായി തന്നെ എഴുതി. ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: റിസോർട്ട് നടത്തിപ്പുകാർ എന്തുകൊണ്ടാണ് ആ സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? അവർക്ക് റിസോർട്ടിന്റെ റെപ്യൂട്ടേഷൻ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഹോസ്പിറ്റൽ അധികൃതരെ വർഷയുടെ ബന്ധുക്കൾ തടഞ്ഞത് എന്തുകൊണ്ടാണ്? അവർക്ക് വർഷയുടെ ഭാവി സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. വർഷ ആ ഓർമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? അവൾക്ക് തന്റെ ഓർമ്മകളുടെ തുടർച്ച സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. ആ ഓർമ്മയെ വീണ്ടും മറക്കാൻ വർഷ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? അവൾക്ക് തന്റെ മനസ്സിന്റെ സ്വാസ്ഥ്യം സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതേ കാരണം കൊണ്ട് തന്നെയാണ് അവളുടെ മനസ്സ് ആദ്യമേ ആ ഓർമ്മയെ മറച്ചു പിടിച്ചത്. അതാണ് മനസ്സിന്റെ മാജിക്.